നമ്മളിപ്പോൾ തെക്കിന് വെനീസായ ആലപ്പുഴയിലാണ് എത്തിയിരിക്കുന്നത്. കേരള ജലഗതാഗത വകുപ്പിൻ്റെ പുതിയ ടൂറിസ്റ്റ് പാക്കേജായ കുട്ടനാടൻ സഫാരിയിൽ പങ്കെടുക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും 10 മണിക്ക് യാത്ര ആരംഭിച്ച് വൈകിട്ട് 6 മണിയോടുകൂടി യാത്ര അവസാനിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആലപ്പുഴയുടെ കായൽ ടൂറിസത്തിന് കരുത്തേകാൻ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസാണ് ഇന്ദിര ബോട്ട്. ഈ ബോട്ടിൽ കുട്ടനാടൻ കായൽ കാഴ്ചകളും തനത് സംസ്കാരവും കായൽ വിഭവങ്ങൾ കൂട്ടിയുള്ള രുചികരമായ ഭക്ഷണവും ആസ്വദിച്ചുകൊണ്ട് നടത്തുന്ന പ്രത്യേക യാത്രാ പാക്കേജാണ് കുട്ടനാടൻ സഫാരി. മലിനീകരണമില്ലാതെ പൂർണ്ണമായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ സമയം 100 പേർക്ക് സഞ്ചരിക്കാവുന്ന പൂർണ്ണമായി ശീതീകരിച്ച ഡബിൾ ഡെക്കർ ബോട്ടാണ് ഇത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് വിശാലമായി ഇരുന്ന് കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന വിധത്തിലാണ് ബോട്ടിന്റെ പുഷ് ബാക്ക് സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പുറം കാഴ്ചകൾ വ്യക്തമായി കാണുന്നതിന് വേണ്ടി സീറ്റിന് സമീപത്തായി വിശാലമായ ഗ്ലാസ് വിൻഡോയും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉൾഭാഗത്തായി 2 ടോയ്ലറ്റുകളും വാഷ് ബേസിനും ക്രമീകരിച്ചിട്ടുണ്ട്. ലോവർ ഡെക്കിന് പുറത്തു നിന്നുമാണ് അപ്പർ ഡെക്കിലേക്കുള്ള സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണുന്നതിനായി വിശാലമായ അപ്പർ ഡെക്കാണ് ഈ ബോട്ടിലുള്ളത്. അപ്പർ ഡെക്കിന് മുകളിലായി സോളാർ പാനലുകൾ കൊണ്ടുള്ള റൂഫിംഗ് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാക്കേജിൽ ബോട്ടിംഗ് കൂടാതെ പാതിരാമണൽ സന്ദർശനവും അവിടെയുള്ള ആംഫി തിയേറ്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന പരമ്പരാഗത കലാരൂപങ്ങൾ കാണുന്നതിനും രുചികരമായ കായൽ വിഭവങ്ങൾ കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള അവസരവും ഉണ്ട്. കുട്ടനാടിന്റെ ചരിത്രവും വേമ്പനാട്ട് കായലിന്റെ ഭൂപ്രകൃതിയുമെല്ലാം സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ജീവനക്കാർ നമുക്ക് നന്നായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരേ സമയം 4000-ലധികം ജലകായിക താരങ്ങൾ ജലത്തിൽ വെച്ച് ഒരേ സമയം ഏറ്റുമുട്ടുന്ന ലോകത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന പുന്നമടക്കായൽ നമ്മൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പമ്പാ നദി, പുണ്യനദിയായ പമ്പയുടെ അവസാന ഭാഗമാണ്. വേമ്പനാട് കായലിൽ വന്ന് ഒഴുകിച്ചേരുന്ന ആ പമ്പാ നദിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. അച്ചൻകോവിലാറ്, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴയാറ്, പമ്പാ നദി, പെരിയാർ തുടങ്ങിയ നദികളൊക്കെ ഈ കായലിലാണ് സംഗമിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായലായ വേമ്പനാട്ട് കായലിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ആദ്യം എത്തുന്ന സ്റ്റോപ്പ് ചായയും ലഘുഭക്ഷണവും ഒക്കെ കഴിക്കുന്നതിനായി പാടത്തിന് നടുക്കായി തയ്യാറാക്കിയിട്ടുള്ള ലഘുഭക്ഷണശാലയുടെ അടുത്തായിട്ടാണ്. വേമ്പനാട് കായലിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. കണ്ണത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽവയലുകളും ഗ്രാമീണ ഭംഗിയും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നിന്നും ഇനി നമ്മുടെ യാത്ര 6 ബ്ലോക്കിലേക്കാണ്. കായൽ നികത്തി കൃഷിഭൂമി ഉണ്ടാക്കിയ പ്രദേശമാണ് 6 ബ്ലോക്ക്. ഇവിടെ താമസിക്കുന്ന ആളുകൾ യാത്ര ചെയ്യുന്നതിനും ജോലിക്ക് പോകുന്നതിനുമൊക്കെ വഞ്ചികളെയും ഗവൺമെന്റ് ബോട്ട് സർവീസിനെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത്. മുകളിൽ അപ്പർ ഡെക്കിൽ നിന്നാൽ നമുക്ക് 4 സൈഡിലെയും കാഴ്ചകളൊക്കെ നന്നായി കാണാൻ പറ്റും. കുറച്ച് ആളുകളൊക്കെ അതുകൊണ്ട് മുകളിൽ കയറി നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. യാത്രക്കിടയിൽ ജലഗതാഗത വകുപ്പിലെ ജീവനക്കാർ ഒരുക്കിയിരിക്കുന്ന സംഗീത വിരുന്ന് നമ്മുടെ യാത്ര കൂടുതൽ ഉഷാറാക്കുന്നുണ്ട്. കൈയടിച്ചും കുറച്ചുപേർ ഡാൻസ് കളിച്ചുമൊക്കെ യാത്ര നല്ല രസകരമാക്കുന്നുണ്ട്. മദർ
ആലപ്പുഴയിലെ കായലിന്റെയും കനാലിന്റെയും ഒക്കെ ഭംഗി ആസ്വദിക്കുന്നതിനായി ഇവിടെ നിരവധി ഓപ്ഷനുകളാണ് ഉള്ളത്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഹൗസ് ബോട്ടുകളും ശിക്കാര ബോട്ടുകളും ചെറിയ ബോട്ടുകളും ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. കായലിലൂടെ ഒഴുകി നടക്കുന്ന വിവിധ തരത്തിലുള്ള കെട്ടുവഞ്ചികളുടെ കാഴ്ച നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയാണ്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽവയലുകളും ഗ്രാമീണ ഭംഗിയുമൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. കടൽനിരപ്പിന് താഴെയാണ് ഇവിടുത്തെ കൃഷിഭൂമി നിർമ്മിച്ചിരിക്കുന്നത്. മുൻപ് കായലായിരുന്ന സ്ഥലത്തെ മണ്ണെടുത്ത് ചുറ്റും ബണ്ട് നിർമ്മിച്ചതിന് ശേഷം അതിനുള്ളിലെ വെള്ളം വറ്റിച്ചിട്ടാണ് ഇവിടെ നെൽകൃഷി നടത്തുന്നത്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാടിന്റെ മുഖമുദ്രയാണ് നീണ്ടു പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. ഈ നെൽപ്പാടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ ലഞ്ച് കഴിക്കുന്നതിനായി ബോട്ടിപ്പോൾ കരയിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. കുട്ടനാടിന്റെ ഒരു പ്രത്യേകതയാണ് രുചികരമായ ഷാപ്പിലെ കറിയും മധുരക്കള്ളും. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ളവർക്ക് നല്ല മധുരക്കള്ള് കഴിക്കുന്നതിനുള്ള സൗകര്യം നമുക്കിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടനാടിന്റെ തനതു രുചികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉച്ചഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് കുട്ടനാട്ടിലെ കായൽ കൃഷിക്ക് തുടക്കമിട്ട മുരിക്കൻ കായൽ നികത്തി കൃഷിഭൂമിയാക്കിയ സ്ഥലത്ത് നിർമ്മിച്ച ചരിത്രപ്രസിദ്ധമായ ദേവാലയമാണ് നമ്മളിപ്പോൾ കാണുന്ന ചിത്തിരപ്പള്ളി. കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് 1941 പള്ളി നിർമ്മിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുരിക്കുമൂട്ടിൽ ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തെ കുറിച്ച്. കുട്ടനാട്ടിലെ ഒരു പൗരപ്രമാണിയായിരുന്നു. മുരിക്കൻ എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന മുരിക്കുമൂട്ടിൽ ജോസഫാണ്. അദ്ദേഹമാണ് അത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ അനുമതിയോടുകൂടി നിർമ്മിച്ചത്. ചിത്തിരപ്പള്ളി ചിത്തിര പാടശേഖരമാണ് വലതു ഭാഗത്ത്. 900 ഏക്കറോളം വരുന്ന പാടശേഖരമാണ്. 900 ഏക്കർ ചിത്തിര പാടശേഖരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ചിത്തിരപ്പള്ളി എന്ന് ആ പള്ളിക്ക് പേര്. പ്രാദേശിക നാമമാണ് ചിത്തിരപ്പള്ളി. ഇനി നമ്മൾ പോകുന്നത് വേമ്പനാട് കായലിന്റെ നടുവിലുള്ള പാതിരാമണൽ എന്ന ദ്വീപിലേക്കാണ്. ഈ കാണുന്നതാണ് പാതിരാമണൽ ദ്വീപ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ഈ പാക്കേജ് എടുക്കുന്നവർക്ക് ഇവിടെ എൻട്രി ഫീസ് നൽകേണ്ടതില്ല. ഈ പാക്കേജിന്റെ ഏറ്റവും പ്രധാന ആകർഷണം പാതിരാമണൽ ദ്വീപിൽ പുല്ലും മുളയും ഓലയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആംഫി തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്ന നാടൻ പാട്ടും പരമ്പരാഗത കലാരൂപങ്ങളുമാണ്. പാതിരാമണൽ ദ്വീപിന് ഏകദേശം 50 ഏക്കർ വിസ്തൃതിയാണ് ഉള്ളത്. മനോഹരമായ കണ്ടൽക്കാടുകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് കുറച്ചു ദൂരം നടന്നു വേണം ആംഫി തിയേറ്ററിൽ എത്താൻ. ഇവിടുത്തെ നിബിഡമായ കണ്ടൽക്കാടുകൾക്ക് നടുവിൽ തയ്യാറാക്കിയിരിക്കുന്ന ആംഫി തിയേറ്റർ നമുക്കൊരു പുത്തൻ കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇവിടെ നാടൻ പാട്ടും നാടൻ കലകളും ഒത്തിണക്കി ഒരുക്കിയിരിക്കുന്ന ദൃശ്യശ്രാവ്യ വിരുന്നാണ് നമ്മളെ കാത്തിരിക്കുന്നത്. 1 മണിക്കൂറോളമാണ് ഈ സംഗീത വിരുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുട്ടനാട് സഫാരി കേരളത്തിലെ ഏറ്റവും സുന്ദരമായ കുട്ടനാട് കായൽക്കരയിലൂടെ സഞ്ചരിച്ച്
ആംഫി തിയേറ്ററിന് സമീപത്തായി ഒരു മിനി പാർക്കൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. അറിവോട് കൂടിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം ഇത് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നമ്മൾ പല സ്ഥലത്തും ടൂർ പോയിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരാന്നല്ലാതെ ഇത്രയും ഒരു അറിവോട് കൂടിയിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളതാണ്. അത് എല്ലാവർക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ്. വേമ്പനാട്ടുകായലിലെ സന്ധ്യാക്കാറ്റും ഒക്കെ അടിച്ച് അസ്തമനത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് നമ്മൾ തിരിച്ച് ആലപ്പുഴയിലേക്ക് എത്തുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും എല്ലാ മനോഹരമായ കാഴ്ചകളും നിങ്ങൾക്ക് കാണുവാനും കണ്ടാസ്വദിക്കുവാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ വെച്ച് വീണ്ടും കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. അങ്ങനെ വൈകുന്നേരം 6 മണിയോടുകൂടി കുട്ടനാടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയാണ് നമ്മൾ ബോട്ട് ചെട്ടിയിൽ തിരികെ എത്തുന്നത്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.